ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനസ് ടോക്സ്. ഇന്ന് രാവിലെ തന്നെ ഓർക്കണിച്ചപ്പം കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ MRC ഷമീറിന്റെ ഒരു വീഡിയോ ആണ്. അതായത് MRC ഗ്യാങ്ങിനകത്തുള്ള MRC ഷമീർ തൊപ്പിയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, MRC ഗ്യാങ്ങിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്, അതിനെക്കുറിച്ച് എക്സ്പോസ് ചെയ്യുന്ന കുറച്ച് വീഡിയോയിൽ ഒരു വീഡിയോ MRC ഷമീറും MRC മമ്മും കൂടെ വന്നിരുന്നിട്ട് പറയുന്നത്. അതിൽ തന്നെ അവർ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്നതിൻ്റെ ഒരു 10% മാത്രമേ അവർ പറയുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് MRC ഷമീർ ആ വീഡിയോയിൽ പറയുന്നത് നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ഷാനസ് ടോക്സ് വിത്ത് അനദർ വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. ഷമീർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MRC തൊപ്പി ഷമീർ, മമ്മു, ജാസി അങ്ങനത്തെ കുറച്ച് പേരെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനൽ വരെ കിട്ടിയിരുന്ന റവന്യൂ തൊപ്പിയുടെ അക്കൗണ്ടിലോട്ടെങ്ങാണ്ടൊക്കെയായിരുന്നു പോയിരുന്നത്. അതിൽ നിന്ന് ₹1 പോലും കിട്ടിയിരുന്നില്ല, യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വന്ന് എക്സ്പോസ് ചെയ്യുന്നത്. എന്താണ് പുള്ളി പറയുന്നത് നമുക്ക് പുള്ളിയുടെ വീഡിയോ തന്നെ നോക്കാം. ഈ MRC ഷമീർ എന്ന് പറയുന്ന പുള്ളി തൊപ്പിയുടെ തന്നെ ഒരു 10-13 വർഷത്തെ ഫ്രണ്ടാണെന്നാണ് പുള്ളി പറയുന്നത്. എക്സ്പോഷറിന് വേണ്ടിയാണ് തൊപ്പിയുടെ ലൈവിലും കാര്യത്തിലുമൊക്കെ വരുന്നതും കൊണ്ടുവന്നതും. അത് MRC എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് അറിയത്തില്ലായിരിക്കും. MRC എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ഗെയിമിംഗ് ക്ലാൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് പോലത്തെ ഒരു സംഭവമാണ്. അതിന്റെ പേരാണ് MRC മാർസിലസ്, അങ്ങനെ എന്തോ കണ്ടാണ്. അതിന്റെ ഫൗണ്ടർ MRC ഗോക്കു എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ വേറെ ഏതോ ആളുടെ കയ്യിലൊക്കെയാണ് ഇരിക്കുന്നത്. MRCയുടെ ഒരു GTA RP കളിക്കുന്ന ഒരു ഗ്യാങ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MRC എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡുള്ള ഗ്യാങ് അതിനകത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട്. MRC തൊപ്പിയാണ് ലീഡർ, MRC റാംബോ, MRC ജാസി, MRC മമ്മു, MRC ആദിൽ, MRC ഷമീർ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു 9-10 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആയിട്ടാണ് ഇവര് വീഡിയോയിൽ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് തൊപ്പി ഇവരുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ റിവീൽ ആയിരിക്കണം. അതായത് ലൈവില് കാണിച്ചുകൊണ്ടിരുന്നതും വീഡിയോയിൽ കണ്ടതും എല്ലാം പക്ക പേക്കായിരുന്നു. തൊപ്പി ഇവരെ അങ്ങനെയല്ല ട്രീറ്റ് ചെയ്തിരുന്നത്. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ആയിട്ട് വെളിപ്പെടുത്തലുമായിട്ടാണ് MRC ഷമീറും മമ്മുവും ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മാസം 1.5 ലക്ഷം രൂപ അതിനടുപ്പിച്ച് എനിക്ക് റവന്യൂ വരും മാസത്തിൽ, മന്ത്ലി. അപ്പോൾ അങ്ങനെ 3-4 മാസത്തെ മൊത്തം റവന്യൂ കൂടി ഒരു 3-4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇവൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇതായത്. അവൻ്റെ ലൈവിൽ പെർഫോം ചെയ്തതിനോ ഇതിനൊന്നും ഞാൻ ഇന്നവരെ ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എനിക്കൊരു റീചാർജ് ചെയ്യണമെങ്കിൽ പോലും അവനോട് ഞാൻ ചോദിക്കാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ ആക്കിയിട്ട് പൈസ ആക്കിയിട്ടാണ് ഞാൻ റീചാർജും കാര്യങ്ങളൊക്കെ ചോദിക്കാറ്. കാരണം എനിക്ക് ഞാൻ അധ്വാനിച്ച പൈസ മാത്രം ഇതാക്കുക, അല്ലെങ്കിൽ ഞാൻ പണിയെടുത്ത പൈസയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഈ അടുത്തൊരു 2 മാസം മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ 3-4 ലക്ഷം രൂപ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ വിചാരിച്ചു അവൻ തരുമായിരിക്കും. അവനോട് അങ്ങനെ നമ്മൾ കണക്ക് പറഞ്ഞ് ചോദിക്കണ്ടല്ലോ, അവൻ തരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. ഒരു ദിവസം രാത്രി ഞാൻ ലൈവ് കഴിഞ്ഞു. ഞാൻ അവനോട് പോയിട്ട് എൻ്റെ ഉമ്മ വിളിച്ചു. അപ്പോൾ സിസ്റ്ററുടെ മാരേജൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ മാരേജാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടക്കുമായിരുന്നു, എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുമല്ലോ. ആ ഇതിൽ ഇവനോട് ഞാൻ പൈസ ചോദിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയ പൈസ താടാ അങ്ങനെയൊന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ഇങ്ങനെ ഇതാണ് സിസ്റ്റർ, ഇതാണ് ഒരു പൈസ ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ എത്ര വന്നാലും അത് വാങ്ങാം, അത് ഇതാക്കാം, അങ്ങനെ തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അവൻ്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു റവന്യൂ എനിക്ക് തരാൻ പറ്റില്ല. കാരണം അവനിതൊരു ബിസിനസ്സായിട്ടാണ് നടത്തുന്നത്. അവനിതൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ ഓൻ തരൂല. ഓന് റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റവന്യൂ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റേസായി എന്നല്ല, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും കൂടി ഞാൻ ഇതാക്കിയതിൻ്റെ ഒരു ഇതിൽ നിന്നൊരു പൈസ അല്ല ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റൂള്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് വേറെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, ഇവിടെ ഇതൊക്കെയാണ് റൂള് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ അതിന് മുമ്പേ നമ്മൾ തമ്മിൽ സംസാരം ഉണ്ടായിരുന്നു. അതായത് ലൈക്ക് ഞാൻ മമ്മു ജാസിയിൽ നമ്മളെ പേഴ്സണൽ പ്രോബ്ലംസ് ഇങ്ങനെ പറയും. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ പുറമേ കാണുമ്പോൾ അവൻ ലൈവിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇവർക്കൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റവന്യൂ ഉണ്ട് എന്നാണ് അവൻ എല്ലാ ലൈവിലും പറയാറ്. പക്ഷേ നമുക്ക് ഇന്നേ വരെ ₹1 കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഗൂഗിൾ പേയോ എന്താണെന്ന് തെളിവെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്, പ്രൂഫുണ്ട്. എൻ്റെ ഫോണിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബിൻ്റെ ഇൻകം ഏത് അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. സ്വന്തം യൂട്യൂബ് ചാനലിലെ പൈസ വരെ വല്ലവന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് തനിക്ക് അർഹതപ്പെട്ട പൈസ പോയി അവൻ്റെ അടുത്ത് ഇരന്ന് വാങ്ങിക്കാൻ പോകുന്നു. അവൻ തരില്ല എന്ന് പറയുന്നു.
സീരിയസ്ലി ഇത്രയും ഡിസ്റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നോ? അതിന്റെ ആവശ്യം എന്തുവായിരുന്നു? വോട്ട് മൈരെന്നും പറഞ്ഞ് കളയിട്ട് ഇറങ്ങി വന്നൂടായിരുന്നു. അത്ര നാൾ കഴിച്ചു തൂങ്ങി നിന്നത് നിങ്ങളെ തെറ്റല്ലേ? എന്തോ ഉണ്ടാക്കി എന്നിട്ട് ഈ 1.5 വർഷം അവന്റെ മൂട് താങ്ങി കിടന്നിട്ട് എന്തോ ഉണ്ടാക്കി. ഇപ്പൊ വന്നിട്ട് പറയാനുള്ള കാരണം തീരെ സഹിക്കാൻ വയ്യാതപ്പോ നിങ്ങൾ ഇറങ്ങി. ഇത്ര നാള് മൂട് താങ്ങി നിന്നപ്പോ അതിനോടായിരുന്നോ നിങ്ങൾ ഉണ്ടാക്കിയ പൈസയാണ്, നിങ്ങൾക്ക് അർഹതപ്പെട്ട പൈസയാണ് ചോദിച്ചു വാങ്ങിക്കണമെന്ന്? അല്ല തൊപ്പി, ഒരു കാര്യം ചോദിച്ചോട്ടെ. തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി കാരണം തന്നെയാണ് ഈ ഇത്ര ആൾക്കാർക്ക് എക്സ്പോഷറും കാര്യങ്ങളും കിട്ടിയത്, ഫെയിമും കാര്യങ്ങളും എല്ലാം കിട്ടിയത്. ഓക്കെ, ശരിയാണ്. തൊപ്പിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു, ലൈവില് കാണാൻ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു, വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ തൊപ്പി ഇന്ന് കാണുന്ന നിഹാദ് എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിൽ എത്തിയത്, ഈ ഒരു ഗ്യാങ് ഫോം ചെയ്ത് ഈ കൂടെ ഇരുന്ന് ഈ ഇപ്പൊ വീഡിയോ ചെയ്ത ഈ ആൾക്കാരൊക്കെ അവന്റെ ലൈവിൽ വന്നെന്ന് അവൻ പറയണ ആക്കിട്ട് തുള്ളിയിട്ടാണ്. അല്ലാന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ജട്ടിയിട്ട് തുള്ളാൻ പറഞ്ഞാൽ ജട്ടിയിട്ട് തുള്ളും. ജോളോ ചിപ്സ് എടുത്ത് ജട്ടിക്കകത്ത് ഇടാൻ പറഞ്ഞാൽ അത് ചെയ്യും അവന്മാര്. ലിറ്ററലി ഒരു അനിമയെ കണക്ക് നിന്ന് തന്നെയാണ് തൊപ്പിയുടെ ലൈവിന് ഇത്രയും വ്യൂസും വ്യൂവർഷിപ്പും ലൈക്കും കാര്യങ്ങളും ഫെയിമും എല്ലാം ഉണ്ടാക്കിയത്. തൊപ്പിക്ക് ഇത്രയും ഫെയിം ഉണ്ടാക്കാൻ ഇവരൊരു പാർട്ടല്ലായിരുന്നു, ഇവരൊരു കാരണമല്ലായിരുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരത്ത് തൊപ്പി ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ? തൊപ്പി വല്ലവന്റെയും പൈസ എടുത്തു വെച്ചാണോ ഇത്ര നാള് കളിച്ചുകൊണ്ടിരുന്നത് തൊപ്പി? അറിയാൻ വയ്യാത്തോട് ചോദിക്കാടെ. നമ്മളൊരു പൈസ ഉണ്ട്. കാരണം നമ്മൾ ശരി അതിന്റെ യഥാർത്ഥ പണി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവനെ ഷഡ്ഡി അലക്കിയില്ലെങ്കിൽ മുത്തിക്ക് അടി പോകും. കാരണം അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. അവന്റെ ഷഡ്ഡി അലക്കലും അവന്റെ ഷൂ തുറക്കലും അവന്റെ കാറ് എല്ലാം ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡി അലക്കാം. വേറൊരു സംഭവം മമ്മൂ ഷമീറും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ തൊപ്പിക്ക് ഭയങ്കര മടിയാണ്. എന്തിനാണ്? ഇട്ട ജട്ടി വരെ കഴുകാൻ തൊപ്പിക്ക് മടിയാണ്. സ്വന്തം ജട്ടി, അവന്റെ ജട്ടി മാത്രമാണെങ്കിൽ പോട്ടെ, ചെറിയ ജട്ടി എന്നെങ്കിലും വെക്കാം തൊപ്പിയുടെ. റാംബോ എന്ന് പറഞ്ഞെടുത്തുണ്ട്. പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ പട്ടി. തൊപ്പി കുരയ്ക്കാൻ പറഞ്ഞാൽ അവൻ കുരയ്ക്കും, തൊപ്പി തൂറാൻ പറഞ്ഞാൽ അവൻ തൂറും. ആ മുതുക്ക് പട്ടിയുടെ വരെ ജട്ടി കഴിക്കണമെന്നവന്മാര്. എടാ രണ്ടെണ്ണം കാളാണൊക്കെ വളർന്നില്ല. എടാ സ്വന്തം ജട്ടി എങ്കിലും കഴുകിയിട്ടൂടെ? അതും വല്ലവന്മാരെ കൊണ്ട് കഴിപ്പിക്കണ അന്തസ്സാണോ? ഇവിടെ ഞാൻ 1-2 ദിവസം തുണി കഴിവില്ലെങ്കിൽ എന്നെ ഉമ്മ തുടുപ്പെടുന്ന മണ്ട കഴിയും. പോയി തുണി എവിടാ. അപ്പോഴാണ് യവന്മാര് സ്വന്തം ജട്ടി പോലും കഴിവാതെ കൂടെ നിൽക്കണവന്മാരെ കൊണ്ട് ജട്ടി കഴിപ്പിക്കും. നാണം ഉണ്ടാ? പോത്തണൊക്കെ വളർന്നില്ലടാ, സ്വന്തം ജട്ടിയെങ്കിലും കഴിവിക്കൂടെയാണോ അവരൊക്കെ? അല്ലെങ്കിൽ ഈ പറഞ്ഞ വീട് ഓടി ചോർന്ന് കിടക്കുമ്പോൾ എന്നോട് ഇനിയിപ്പോൾ അയൽവാസികളും എന്തെങ്കിലും ഉമ്മാക്ക് പൈസ കൊടുക്കില്ല. അത് കാരണം കൊടുത്തിട്ട് ഇപ്പോൾ കുറേ മാസമായി. കാരണം 2 മാസം മുമ്പായിട്ട് കുറേ അപ്പോൾ ഈ ആൾക്കാർ അയൽവാസികളോടെല്ലാം എൻ്റെ കടം ചോദിക്കില്ല. അങ്ങോട്ട് 500 പേര് ഇതാക്കി തരും. കാരണം ഉമ്മ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ അയൽവാസി അവർ പറയും, എന്താ എൻ്റെ മോനെ ആടിലുള്ള എൻ്റെ മോനെ പൈസ ഉണ്ട്. അതായത് ആൾക്കാർ നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മൾ നിയാദ് വലിയൊരു കോടീശ്വരനാണ്. അപ്പോൾ ഇവരെ ഇവന് കുറച്ച് പൈസയും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പുള്ള ആൾക്കാരാണ് ആൾക്കാർ വേണ്ടിയുള്ളത്. പക്ഷേ നമുക്കെല്ലാവരും നമ്മളെ പൈസ ഉണ്ട്. കാരണം നമ്മൾ ശരി അതിന്റെ യഥാർത്ഥ പണി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കാൻ. ശരിയാണ്. കാരണം നീ ഇത്രയും വലിയൊരു ഗ്യാങ്ങില് ഹൈ സാലറി ലെവലിൽ നിൽക്കുന്ന നിന്റെ വീട്ടുകാരെങ്കിലും പൈസ ഇല്ലാന്ന് പറഞ്ഞ് ചെന്ന് തന്നെ ആരെങ്കിലും കൊടുക്കുമോ, സഹായിക്കുമോ? ഇല്ല. കാരണം നീ അത്ര ഫെയിമിൽ നിൽക്കുന്ന, നീ തൊപ്പിയുടെ കീഴില് പെർ മന്ത് ലക്ഷങ്ങളോളം സാലറി വാങ്ങിക്കുന്ന ഒരാളാണ് തൊപ്പിയുടെ കയ്യിൽ നിന്ന്. അപ്പൊ ആരെങ്കിലും എന്റെ വീട്ടുകാരെ സഹായിക്കുമോ? ശരിയാണ്, അത് ആരും സഹായിക്കത്തില്ല. അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നീ അത്രയും ഫെയിം ആൻഡ് എക്സ്പോഷറിൽ നിൽക്കുന്ന ഒരാളാ. കുളിസിയുമായിട്ട് എത്തി നോക്കിയെന്ന് പറഞ്ഞ് ഫെയിം അടിച്ചവനാ. അപ്പൊ നിന്റെ വീട്ടുകാരെങ്കിലും സഹായിക്കുമോ? നിനക്ക് അത്ര സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലേ? ആരെങ്കിലും സഹായിക്കൂടാ നിന്നെ? എനിക്ക് പണ്ടൊരു ഐഫോൺ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പണ്ടൊരു ഐഫോൺ 14 തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടു ലൈവിൽ ഇതാക്കി ഒരു ഇന്റർവ്യൂലാണ് എനിക്ക് തരുന്നത്. ഇന്റർവ്യൂ കൊണ്ട് ഇങ്ങനെ തരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എനിക്ക് തന്നത്. അപ്പോൾ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രോപ്പർ തെളിവ് എൻ്റെ ഉണ്ട്. അതായത് ഓൻ തന്നത് 5000 രൂപ. ഓൻ 5000 രൂപ തന്നിട്ട് 45,000 രൂപ ഞാൻ വിട്ട് എൻ്റെ കയ്യിലുണ്ടായ ആ സമയത്തുള്ള ഒരു റിയൽമിയുടെ ഒരു ഫോൺ ഉണ്ട്. അതും ഞാൻ വിറ്റ്, അതും ഫ്ലിപ്കാർട്ടിൽ തന്നെ വെക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഓപ്ഷൻ ഉണ്ട്, ഈ ഫോൺ കൊടുത്ത എക്സ്ചേഞ്ച് വില അങ്ങനെ അത് അതിൻ്റെ തെളിവുണ്ട്. അതും ഞാൻ വിറ്റ് അവർക്ക് വിറ്റ് ഫ്ലിപ്കാർട്ടിന് കൊടുത്തിട്ട് ഇവൻ തന്നത് 5000 രൂപ. എന്നിട്ട് ഇവൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഫോൺ ഇതാക്കുന്നതിൽ വലിയതില്ല, ഞാൻ നിങ്ങൾക്ക് ഫോൺ മേടിച്ചിട്ട് അതിന് വില കൂടും, അതിന് കൂടുന്നു പറഞ്ഞിട്ട് ഇവൻ ഒരു ഫോൺ മേടിച്ചത് പോലെ. പിന്നെ കാണുന്ന ആൾക്കാരെല്ലാം തൊപ്പി മേടിച്ച ഫോൺ മേടിച്ചതല്ലേ തൊപ്പി 55,000 രൂപയുടെ ഫോൺ മേടിച്ചത് ഭയങ്കര തൊപ്പി അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ആടുന്ന് കൂടുതലും ഇതാക്കി പൈസ ആഗ്രഹം ഫോൺ വാങ്ങുന്നത്. അങ്ങോട്ട് പൈസ 5000 രൂപ ഇവർ തന്നിട്ടാണ് ഈ ഫോൺ ഞാൻ വാങ്ങുന്നത്. മനസ്സിലായി? അതൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് വലിയ വിഷമം കാണും. എല്ലാവർക്കും ഇങ്ങനെ ഫോൺ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോഴത്തെ വിഷമം. കാരണം ഈ ഇത്രയും കൊല്ലം ഉണ്ടായിട്ട് എനിക്ക് ഒരു ഫോൺ പോലും തന്നില്ല. ഞാൻ ചോദിക്കും, ഞാൻ
ഞാൻ തന്നെ ചോദിച്ചു, കാരണം ഇങ്ങോട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ ചോദിച്ചു, ഞാൻ എനിക്ക് ഐഫോൺ ഒന്നും വേണം, എനിക്ക് ഏതെങ്കിലും ഒരു ഫോൺ മതി. ഞാൻ ഡിസ്പ്ലേ ആയിട്ട് 3 പ്രാവശ്യം ഒന്നിടത്തേക്ക് പോകും, ഡിസ്പ്ലേ കൂട്ടിയിട്ട് ഞാൻ കണ്ടേ അത് മാറ്റിയിട്ടാൽ മതി. ഒരു 1200 ലോക്കൽ ഡിസ്പ്ലേ അങ്ങ് മാറ്റിയിട്ടാൽ മതി, ഞാൻ ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ അപ്പുറം നമുക്കൊന്നും പറയാനില്ലല്ലോ. കാരണം മുഖത്ത്, കാരണം ഞാൻ എങ്ങനെ സഹിക്കുന്നത്, എൻ്റെ മുഖത്ത് ഇവന്മാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം ഷെയ്ക്കിൻ്റെ വീട്ടിൽ നമ്മൾ പോയി, ഒരു ദിവസം നമ്മൾ പോയി എന്തോ പരിപാടിക്കാട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം നിന്ന് അന്ന് രാത്രി എന്തോ തമാശ രീതിയിൽ നമ്മൾ എല്ലാവരും തമാശ പറയുമ്പോൾ ചോദിച്ചു നമുക്ക് പ്രൊമോഷൻ ചെയ്യില്ലേ. ഞാൻ എന്ത് എല്ലാവരും തമാശ പറയുമ്പോൾ എനിക്കും തമാശ പറയാലോ, എനിക്കും തമാശ പറഞ്ഞൂടെ, തമാശ പറയാം. തമാശക്ക് ലൈവിലേ ഉള്ളൂ, അതിന്റെ പുറത്ത് നമ്മൾ അങ്ങനെ ഈ മൊത്തം സീരിയസ് ആയിട്ട് ഇവന്റെ കാര്യങ്ങൾ നോക്കുന്നു, ഇതാക്കുന്നു, അതിൽ തമാശ അതിൽ നല്ലാണ്ട് നമ്മുടെ ഇടയിൽ അങ്ങനെ ഇതൊക്കെ കുറവാണ്. ഞാൻ പേഴ്സണൽ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി ഇവരിലായിട്ട് അത് വളരെ കുറവാണ്, മനസ്സിലാക്കാം. കാരണം അവന് ഈ പറഞ്ഞ പോലെ ഇവരെ വെച്ച് ഇതാക്കുക, എന്നെ വെച്ചിട്ട് ഇതാക്കുക, ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഇത് ഇതാക്കി അവൻ്റെ ഇത് കൂട്ടുക, അവൻ്റെ എക്സ്പോസർ അത് കൂട്ടുക, അത് ചെയ്യുക, ഇതാക്കുക. ആ ഒരു സാധനം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ സഹായിക്കുന്നത് അങ്ങനെ ആക്കുന്നത്, ഇങ്ങനെ ആക്കുന്നത്. ഞാൻ പറയാം എല്ലാം ഫേക്കാണ്, എല്ലാം ഫേക്കാണ്. അവന് ഒരാൾക്ക് 2 രൂപ കൊടുക്കുന്നുണ്ട്, ക്യാമറയുടെ മുമ്പിൽ മാത്രമേ കൊടുക്കും. ആ കൊടുക്കുന്നതിന് 2 രൂപ കൊടുക്കുന്നതിന് 10 രൂപ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള നല്ല ഇമേജ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് കൊടുക്കും. അത് നമുക്ക് അത്രയും കൃത്യമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായ ആൾക്കാരെ നമുക്ക് അത്രയും കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്ക് ഇതൊരു പുതിയ കാര്യം, അല്ലെങ്കിൽ തുപ്പീനെ നമ്മൾ അങ്ങനെ തുപ്പി ഇങ്ങനെ ചെയ്യുമോ, ഇവർ അങ്ങനെ പലതും ചിന്തിക്കാം. പക്ഷേ നമ്മളതിൽ പ്രൂഫ് ഉണ്ട്, മനസ്സിലാവും. ഇത് ഏറ്റവും വലിയ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് 2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്ന ഇവൻ്റെ വീട് ഇങ്ങനെ ആണെങ്കിൽ പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ റവന്യൂ എടുക്കുക പോയത് എന്നുള്ളതിൻ്റെ കറക്റ്റ് ഇത് യൂട്യൂബിൽ തന്നെ ഉണ്ട്. എത്ര മാസം എത്ര പൈസ വെച്ച് ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് പോയി യൂട്യൂബിലുണ്ട്. അത് ഞാൻ ഇതാക്കേണ്ട ആവശ്യമില്ല, അത് യൂട്യൂബിലുണ്ട്, ഞാൻ കാണിച്ചു തരാം ലൈവിൽ. പിന്നെ ഈ മെസ്സിൻ്റെ ഇതിൻ്റെ ഒന്നും നമ്മുടെ ഇതില്ല, നമ്മുടെ പേഴ്സണൽ അനുഭവം. ഇനി മുഖത്ത് ചൂട്ടി എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷേ അതെല്ലാം ആൾക്കാർ തെളിവില്ല, അതായത് വീഡിയോ ക്രമമായിട്ടുള്ള സാധനങ്ങൾ. പക്ഷേ കണ്ട ആൾക്കാരുണ്ട്, കാരണം ഒരു സാക്ഷി എന്നുള്ള രീതിയിൽ എല്ലാ ആൾക്കാരും അവിടെ നിന്നില്ല. കാരണം ഒരു തമാശ രീതിയിൽ ഞാൻ എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവിടെ കാലി ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം ഒന്നും പറയാം, കാരണം അത്രയും അതിന് മുമ്പ് അതിന് മുമ്പ് ഞാൻ ഭയങ്കര ഇഷ്ടം. കാരണം ഇത്രയും എത്തിച്ചത് ഒന്നില്ലായ്മയിൽ നിന്ന് ആൾക്കാർ ആരും അറിയാത്തതിൽ തന്നെ അവന് ഭയങ്കര ഇഷ്ടം. ഇത് ഞാൻ ഇപ്പോൾ എന്നോട് അറിയാം, എനിക്ക് അന്നേരം എന്നെ ഇഷ്ടം, എല്ലാവരും ഇഷ്ടം. പക്ഷേ ഞാൻ എൻ്റെ ആ മുഖത്തെ ചൂട്ടി, കാരണം നമുക്ക് കാരണം വിഷമമായിട്ടാണ്, ചൂട്ടിയല്ല വിഷമമായത്. പക്ഷേ കൂട്ടത്തിൽ നിന്നിട്ട്, അതായത് നമ്മളൊരു ഫാമിലി കൂട്ടത്തിൽ നിന്നിട്ട് ഞാൻ എൻ്റെ മുഖത്ത് ചൂട്ടി. അതായത് കൂട്ടത്തിൽ ഒരാൾ നമ്മളെ ദ്രോഹിച്ചെന്നുള്ള ഒരു സാധനമില്ലേ, ആ ഒരു വേദന ഉമ്മസായിട്ട് ആ ഒരു വേദന ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് ഞാൻ കരഞ്ഞു, കാരണം ഇവരോട് ചോദിച്ചാലും ജാസിനോട് ചോദിച്ചാലും അവിടെ ആൾക്കാരോട് ചോദിച്ചാലും അറിയാൻ പറ്റും, കാരണം കണ്ണിന്ന് വന്ന ഒരു എന്തോ പറഞ്ഞു. നീ പറഞ്ഞല്ലോ അടുത്തതായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമീറിന്റെ iPhone 14 കേസാണ്. iPhone 14 കേസ് അവൻ തന്നെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് വാങ്ങിച്ചു. അതിൽ 5000 രൂപ തൊപ്പി കൊടുത്തു, 55,000 രൂപയുടെ ഫോണ്, 5000 രൂപ തൊപ്പി കൊടുത്തു. ബാക്കി അവൻ തന്നെ ആൾക്കാരെ ഒന്ന് കടം വാങ്ങിച്ച് മറിച്ചും തിരിച്ച് അവന്റെ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തൊക്കെയാണ് ഈ ഫോൺ വാങ്ങിക്കുന്നത്. അതിന്റെ ക്രെഡിറ്റും തൊപ്പിക്ക് നീ അങ്ങ് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് നീ അങ്ങ് കൊടുക്കുകയും ചെയ്തു അല്ലേ? മൊണ്ണയാടാ നീ മൊണ്ണയാണോ? ഇത് മറ്റേ 2ാം കെട്ട് കെട്ടുന്ന പെണ്ണുങ്ങളെ കെട്ടുന്ന കണക്കത്തെ അവസ്ഥയാണ്. അതായത് ആദ്യം ഒരു കല്യാണം കഴിച്ച് അതിലൊരു കൊച്ചുണ്ടായി, അങ്ങനെ ഡിവോഴ്സ് ചെയ്തിട്ട് 2ാമത് കെട്ടണവന് ഫ്രീ ആയിട്ട് ഒരു കൊച്ചിനെ കൊടുക്കുന്ന കണക്കത്തെ അവസ്ഥയായിപ്പോയില്ല. നിന്റെ കയ്യിൽ നിന്ന് പൈസയും ചിലവാക്കി നീ ഒരു ഫോണും വാങ്ങിച്ചിട്ട് അത് അവൻ നിനക്ക് തന്ന കണക്ക് നാട്ടുകാരെ മുമ്പ് കാണിച്ച് നാട്ടുകാരെ വായിരിക്കണം അവന്റെ ചിലവില്ലേടാ നീ കഴിയുന്ന, അവന്റെ ഫോണെടുത്തല്ലേ നീ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവൻ വാങ്ങിച്ചിരുന്ന ഫോണെടുത്തല്ലേ ഉണ്ടാക്കുന്നതെന്ന് കേട്ടോണ്ട് നീ ഇത്ര നാൾ അവിടെ നിന്നില്ല. ഇത് ആരെ പിടിപ്പേട്? നിന്റെ പിടിപ്പേടാ. സീരിയസ്ലി ഞാൻ കുറ്റം പറയുമല്ല, നിങ്ങൾ കാണിച്ച പിടിപ്പേടാ. ഇത്ര ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് ഒരുത്തന്റെയും ഷഡ്ഡിയും കഴുകി ഒരുത്തന്റെയും മൂടും താങ്ങി നിൽക്കേണ്ട ഒരാവശ്യമില്ല. സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനം വേണം ആദ്യം. അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വന്ന് എക്സ്പോസിങ് റിവ്യൂയിങ് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ കയ്യിൽ നിന്ന് പോയതാ, നിങ്ങളെ കയ്യിൽ നിന്ന് തന്നെ പോയതാ. അതായത് നമുക്ക് സാമ്പാറും അല്ലെങ്കിൽ രസവും ചോറും എന്തെങ്കിലും വറവോ അങ്ങനെ മുട്ട പൊരിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിക്കൻ ഫ്രൈ, പിന്നെ അവൻ്റേതായ ഒരു ഫുഡുകളുണ്ട്, ചിക്കൻ ഫ്രൈ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേറെ തന്നെ ഒരു ഫുഡ്. അങ്ങനെ 2 മെസ്സാണ് അവിടെ നടക്കുന്നത്. പിന്നെ തൊപ്പി മറ്റേ ജന്മിയാണ് കേട്ടോ. അതായത് വേലക്കാരിക്കെല്ലാം സാമ്പാറും വിഴുക്കും തോരനും അവിയലും വെജ് കയറ്റിയാൽ മതി, ഞാൻ ചിക്കൻ ഫ്രൈ ഇട്ടേ ഉണ്ടാക്കൂ. 2 മെസ്സ്. അവൻ മുതലാളി, ബാക്കിയുള്ളൊരു തൊഴിലാളി. ശരിയായിരിക്കാം, അവൻ കൊണ്ടുവന്നു, അവന്റെ ഇതിൽ എക്സ്പോഷർ കൊടുക്കുന്നു, അവന്റെ ഇതിൽ പെയിം കൊടുക്കുന്നു, അവൻ സാലറി കൊടുക്കുന്ന പോലെ നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കുന്നു. 2 മെസ് വയ്ക്കുന്ന കുഴപ്പമില്ല, അവൻ മുതലാളി ഇവരുടെ തൊഴിലാളികളുമാണല്ലോ. പക്ഷെ തൊപ്പി നീ അടിച്ചൊരു ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ പല ലൈവിലും, ഷമീറിനെ കിക്ക് അല്ലെങ്കിൽ ഷമീറിനെ കള, ഗ്യാങ്ങിൽ നിന്ന് കളയെന്നൊക്കെ ഈ വ്യൂവേഴ്സ് ഒന്ന് പറയുന്ന സമയത്ത് 13 വർഷമായിട്ട് ഞാൻ കളഞ്ഞില്ല, ഇനിയിപ്പൊ ഞാൻ കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇമാതിരി ഡയലോഗൊക്കെ അടിച്ചില്ലേ? നിന്റെ 13 വർഷം നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടാണ് വന്ന് നിന്നെ കുറിച്ച് ഇപ്പൊ ഇത് പറയുന്നു. അപ്പൊ നീ സിനിമയിൽ അഭിനയിക്കുന്നു, സർജറി ഹോസ്പിറ്റലിൽ, അത് നീ ആയിട്ട് പറഞ്ഞതല്ല, സർജറി കിടക്കുന്നതൊക്കെ നിന്റെ പല അളിയന്മാരും വീഡിയോ ഇട്ടേക്കുന്നതെന്ന് നമുക്ക് കിട്ടിയതാണേ. നിന്നെ മറ്റേ ഏഷ്യൻ പെയിന്റ്സ് വാങ്ങിച്ചിട്ട് വെളുപ്പിക്കാനും ചെവലടിച്ച് വെളുപ്പിക്കാനും ഒക്കെ പല അണ്ണന്മാരും ഒക്കെ വന്ന് വീഡിയോ ഇട്ടല്ലോ. അവര് പറഞ്ഞതാ നീ ഏതോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നു, നീ രാത്രി ലൈവ് വന്ന് എന്തോ തൊലിക്കുമെന്നൊക്കെ. നീ എന്തോ തൊലിക്കുന്നത് അറിയാനായിട്ട് നമ്മൾ ഓഡിയൻസ് കാത്തിരിക്കുക.
നിന്നെ നല്ലപോലെ വെള്ളം ഊശുന്നു തൊപ്പി. നീ പേടിക്കണുണ്ട്. നിന്റെ ഡാർക്കസ്റ്റ് സൈഡൊന്നും കംപ്ലീറ്റ് ആയിട്ട് വെളി വരില്ല. കാരണം അമ്മാതിരി വൈറ്റ് വാഷ് അടി ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഈ മെസ്സിന്റെ ഇതിന്റെ ഒന്നും നമ്മുടെ ഇതില്ല. നമ്മുടെ പേഴ്സണൽ അനുഭവം. പിന്നെ മുഖത്ത് ചൂട്ടി എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് പക്ഷേ കാര്യങ്ങൾ. അതെല്ലാം ആൾക്കാർ തെളിവില്ല. അതായത് വീഡിയോ ക്രമമായിട്ടുള്ള സാധനങ്ങൾ. പക്ഷേ കണ്ട ആൾക്കാരുണ്ട്. കാരണം ഒരു സാക്ഷി എന്നുള്ള രീതിയിൽ എല്ലാ ആൾക്കാരും അവിടെ നിന്നില്ല. കാരണം ഒരു തമാശ രീതിയിൽ ഞാൻ എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവിടെ കാലി ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം ഒന്നും പറയാം. കാരണം അതിന് മുമ്പ് ഞാൻ ഭയങ്കര ഇഷ്ടം. കാരണം ഇത്രയും എത്തിച്ചത് ഒന്നില്ലായ്മയിൽ നിന്ന് ആൾക്കാർ ആരും അറിയാത്തതിൽ തന്നെ അറിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഞാനോട്. ഞാൻ ഇപ്പോൾ എന്നോട് പറയാം, എനിക്ക് അന്നേരം നിന്നെ ഇഷ്ടം എല്ലാവരും ഇഷ്ടം. പക്ഷേ ഞാൻ എൻ്റെ ആ മുഖത്തെ ചൂട്ടി. കാരണം അതൊക്കെ കാരണം വിഷമമായിട്ടാ ചൂട്ടിയാനല്ല വിഷമായത്. പക്ഷേ കൂട്ടത്തിൽ നിന്നിട്ട് അതായത് നമ്മളൊരു ഫാമിലി കൂട്ടത്തിൽ നിന്നിട്ട് ഞാൻ എൻ്റെ മുഖത്ത് ചൂട്ടി. അതായത് കൂട്ടത്തിൽ ഒരാൾ നമ്മളെ ദ്രോഹിച്ചെന്നുള്ള ഒരു സാധനമില്ലേ, ആ ഒരു വേദന ഉമ്മ ആ ഒരു വേദന ഒക്കെ ഉണ്ട്. കാരണം ഞാൻ കരഞ്ഞില്ല. കാരണം ഇവരോട് ചോദിച്ചാലും ജാസിനോട് ചോദിച്ചാലും അവിടെ ആൾക്കാരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. കാരണം കണ്ണിന്ന് വന്ന ഒരു എന്തോ പറഞ്ഞു, നീ പറഞ്ഞല്ലോ പോവാൻ മുഖത്ത് ചവിട്ടാൻ പാടില്ല. ആരുടെ മുഖത്ത് ചവിട്ടാൻ പാടില്ല. നീ വേണമെങ്കിൽ മുഖത്തൊരു അടി കൊടുത്തു. കാരണം നീ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് നിന്റെ അനിയനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മറ്റേ കുളിസീൻ എത്തി നോക്കിയ കേസ് ഇന്റർവ്യൂല് വൈറലായി. അത് ഭയങ്കര എമോഷനും കാര്യമൊക്കെ വന്ന സമയത്തും എനിക്ക് അവനെ കൈവിടാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ അനിയനാണ്, എങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു വായിൽ താളം അടിച്ചല്ലോ. അവന്റെ ഉമ്മ ഉണ്ട്. എന്റെ വാപ്പ പണ്ട് വിഭജിച്ചിട്ട് പോയതാണ്. അവന്റെ ഉമ്മയും കുടുംബത്തെ നോക്കണം. അപ്പൊ എനിക്ക് അവനെ കൈവിടാൻ പറ്റൂല. ഒരു രൂപ കൊടുത്തില്ലല്ലോ. എന്നാണ് പറയുന്നത്. അനിയന്റെ അടുത്തുള്ള സ്നേഹം എങ്ങനെയാണോ അവന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലിയാ. ലൈവില് മാത്രം പുളുത്തിയാ പോരടാ, പ്രവൃത്തിയിലും കാണിക്കണം. ഒരു രൂപയെങ്കിലും നീ കൊടുത്തെന്നുണ്ടെങ്കിൽ അവന്മാരിങ്ങനെ ഒന്നെന്ന് പറയത്തില്ല. ഇനിയിപ്പം അടുത്ത ഉടനെ നാളെ മറ്റന്നാളെ ഒന്ന് ലൈവ് ആയിട്ട് പറയും. അവന്റെ കയ്യിൽ പൈസ കൊടുത്തു തന്നെ അവൻ വേറെ എന്തെങ്കിലും ചെയ്യും. അവൻ വീട്ടിൽ കൊടുക്കത്തില്ല. അപ്പൊ അവന്റെ ചോർന്നൊലിക്കുന്ന വീട് ശരിയാക്കാൻ കൊടുക്കത്തില്ല. അല്ലെങ്കിൽ മറ്റവനാണെങ്കിൽ അവന്റെ സഹോദരിക്ക് കല്യാണത്തിന് കൊടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അവരറിയാതെ കല്യാണത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ വീട് പൊളിഞ്ഞു വീഴുന്നതിന്റെ തലേ ദിവസം ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതാണ് ഞാനിപ്പോ ചെയ്ത തെറ്റെന്നും പറഞ്ഞ് ലൈവ് ഇട്ട് വന്നിട്ട് തിരിക്കേ. അതാണല്ലോ സാധാരണ അളിയന്മാരെ പരിപാടി. പിന്നെ പേടിക്കണ്ട. നീ അതിന് മുമ്പ് തന്നെ നീ വെളുക്കും. ഏഷ്യൻ പെയിന്റ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കുറെ എണ്ണന്മാര്. അടിച്ചും തുടങ്ങിയിട്ടുണ്ട്. 5 മണിക്കൂറൊക്കെ മുമ്പ് അടിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. നീ ഇല്ലാത്ത സമയത്ത് അറിയാം നിന്നെ കുറിച്ച് വന്നവർ അതും പറയണ്ട. എന്തിനിങ്ങനെ ഈ വീഡിയോ ഇട്ട അവന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നല്ലപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചൊരു ഒരിതുണ്ടായിരുന്നു. ബഹുമാനമൊന്നുമില്ലേ? പട്ടികളടുത്ത് പറഞ്ഞ എനിക്ക് ബഹുമാനമില്ല. ഒരിതുണ്ടായിരുന്നു. കൊണ്ട് കളഞ്ഞല്ലേ. കൊള്ള സൂപ്പർന്നെ. അവനെ കൂടെ ഒന്നും മറ്റു അടിച്ചൊരു വെയിറ്റേഷൻ അടിക്കാൻ തുടങ്ങി. അപ്പൊ കൗണ്ടറിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി കാര്യമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. തൊപ്പി എന്ന് പറഞ്ഞ ഒരുത്തൻ ലൈവ് ഇട്ട് കയറി വരുന്നു. അവന് ഇത് പോരാ. അവന് ഗ്യാങ് തുടങ്ങണം, മറ്റു തുടങ്ങണം, മറിച്ച് തുടങ്ങണം. അതിനായിട്ട് അവൻ പണ്ട് നിന്ന ഗെയിമിംഗ് ക്ലയന്റിന്റെ പേരെടുത്ത് MRC നിന്നിട്ടു. സീരിയസ്ലി എനിക്ക് MRCയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ MRCയുടെ ആൾക്കാരത്താണ് ചോദിക്കുന്നത്. അന്ന് ഇവന്മാർ ലൈവ് സ്ട്രീമും കാര്യങ്ങളാണ് ഇട്ടുകൊണ്ടിരുന്നത്. യാതൊരുവിധ ഗെയിമിംഗ് സംഭവങ്ങളും ഇല്ല. അങ്ങനെ ഒരു കോപ്പും ഗെയിമിംഗ് ആയിട്ട് ബന്ധമില്ലായിരുന്ന ഒരു സാധനത്തിന് എന്തിന് നിങ്ങളുടെ ഗെയിമിംഗ് ഓർഗായ MRC എന്ന് പറഞ്ഞ സാധനത്തിന് ടാഗ് ലൈൻ അവന്മാർക്ക് കൊടുത്തു? അതിന് ഒരാവശ്യമില്ല. ഇല്ലായിരുന്നു. എനിക്ക് അന്നോട്ടുള്ള അഭിപ്രായമുള്ളൂ. ഒരാവശ്യം അതിൻ്റെ ഇല്ലായിരുന്നു. ഒരാവശ്യം ഇപ്പോഴും ഇല്ല. MRC എന്ന് പറയുന്ന ഓർഗിന് വേണ്ടി, ഗെയിമിംഗ് ഓർഗിന് വേണ്ടി യവന്മാർ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വെളിപ്പെടുത്തണം. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അല്ലെ, യവന്മാരെന്താണ് ചെയ്തിട്ടുള്ളത്? ഒന്ന് വെളിപ്പെടുത്തിയാൽ കൊള്ളാമായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. കാരണം നമ്മുടെ വെളിയിലൊന്നും കേട്ടില്ല യവന്മാരെന്തെങ്കിലും ചെയ്യുന്നു. ഈ MRCയുടെ ടാഗ് വെച്ചിട്ട് ലൈവ് ഇട്ട് നടക്കുന്നതും ഷഡിയിട്ട് തുള്ളുന്നതും ജോളോജി ഇപ്പോൾ തണ്ടിയിൽ വെക്കുന്നതും അല്ലാതെ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മളാരും അറിഞ്ഞിട്ടില്ല. അപ്പൊ MRC എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ഓർഗിന്റെ ടാഗ് എന്തിന് ഇവർക്ക് കൊടുത്തു? ഫസ്റ്റ് അതിന്റെ അതോറിറ്റി ഫുള്ള് കണ്ടവന്മാരെ മൊത്തം വിളിച്ചു കയറ്റിയിട്ട് ഗ്യാങ് എന്നും പറഞ്ഞ് MRCയുടെ ടാഗും പേരും ടാഗ് നെയിമും കൊടുക്കാൻ തൊപ്പിക്ക് ആരാണ് അവകാശം കൊടുത്തത്? ഇതെന്റെ ഫസ്റ്റിലേ ഉള്ള ഡൗട്ടാ. രണ്ടാമത്തെ കാര്യം, തൊപ്പിക്ക് ഒരു വാച്ചവർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. ലൈവിന് ഒരു വാച്ചിങ് വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ശരിയാണ്. തൊപ്പി ഗ്യാങ് തുടങ്ങി അവരെല്ലാവരെയും കൊണ്ടുവന്നു. ഇവരെ കൊണ്ടുവന്നിട്ട് ഫെയിം ഉണ്ടാക്കി, അവർക്ക് ഫെയിം ഉണ്ടാക്കി കൊടുത്തു, എക്സ്പോഷർ ഉണ്ടാക്കി കൊടുത്തു, എല്ലാവർക്കും സെപ്പറേറ്റ് ചാനൽസ് ഉണ്ടാക്കി കൊടുത്തു. എല്ലാം ശരിയാണ്, ഓക്കെയാണ്. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അവരുടെ വീഡിയോസ് പലതും കണ്ട സമയത്തും തൊപ്പി അവരുടെ അടിമയെ കണക്കാണ് കണ്ടുകൊണ്ടിരുന്നത്. സീരിയസ്ലി മമ്മു എന്ന് പറയുന്ന ആ പയ്യന്റെ IED ആയിട്ടാണ് അവിടെ, IED അല്ല സോറി, അവനെ IED ആയിട്ടാണ് പറയുന്നത്. മെയിൻ IED എന്ന് പറയുന്ന ഷെമിയോനായിട്ടാണ് അവർ കാണിക്കുന്നത്. പക്ഷെ ഈ മമ്മു എന്ന് പറയുന്ന പയ്യന് സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസമില്ല, വിവരമില്ല.
അങ്ങനെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അവൻ എന്ത് ചെയ്യണം എന്ന് അവനോട്, അവൻ ഒരു വെളിവാളിത്തരം പറയുന്ന പയ്യനാണ്. പക്ഷെ അവൻ ഇപ്പൊ ഷെമിയോനോട് വന്നിരുന്ന് പറയുന്ന വീഡിയോ ഉണ്ട് തന്നെ നമുക്കൊന്നും തോന്നത്തില്ല, അങ്ങനെ തോന്നത്തില്ല. എനിക്ക് തോന്നുന്നത് മമ്മു എന്നവന്റെ പയ്യനെ സ്ക്രിപ്റ്റഡ് ഉണ്ടാക്കി ഒരു മണ്ടനാക്കി ഒരു മന്ദബുദ്ധിയാക്കി ഫ്രെയിം ചെയ്ത് ഒരു ക്യാരക്ടറാക്കി വീഡിയോസിൽ കൊണ്ടുവന്ന് തൊപ്പി അവനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ലൈവിൽ കൊണ്ടുവന്ന് സ്ക്രിപ്റ്റ് എഴുതി കണ്ടന്റ് ഉണ്ടാക്കി. 2, ഷെമിയോൻ ഒരു മന്ദബുദ്ധിയായ അവന്റെ ഒരു കൂട്ടുകാരനായിട്ട് കൊണ്ടുവന്ന് സ്ക്രിപ്റ്റ് അടിച്ച് അവനെ വെച്ചും ഷഡിപ്പകത്ത് തുള്ളിയും ജോളോജി ഇപ്പെടുത്ത് ജട്ടിക്കകത്തിട്ടും അങ്ങനെ അവരെയൊക്കെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി. എടാ, നീ ഉണ്ടാക്കിയ പൈസയില് നീ ആദ്യം ഉണ്ടാക്കിയല്ലേ യവന്മാരെ കൂട്ടുപിടിച്ച് നീ ഇട്ടിട്ടുള്ള ഓരോ ലൈവിലും നീ ഉണ്ടാക്കിയ പൈസയിൽ യവന്മാരെ അധ്വാനത്തിന്റെ യവന്മാരെ അഭിനയത്തിന്റെ നീ പറയുന്നതായിട്ട് തുള്ളി അടിമപ്പട്ടിയെ കണക്ക് നിൽക്കുന്ന യവന്മാരുടെ വിയർപ്പിന്റെ അംശം ഉണ്ടോ? അതിൽ 1% നീ കൊടുക്കാതെ 1% അവർക്ക് അർഹതപ്പെട്ട അവർക്ക് കൊടുത്തൂടെ? അത് കൊടുക്കാതെ നീ BMW വാങ്ങിച്ചിട്ടും നീ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് എന്താ കാര്യം? നിന്റെ കൂടെ നീ പറയണം കേട്ട് അഭിമാനവും കളഞ്ഞ് നാളം കെട്ട് കിടന്ന് തുള്ളിക്കൊണ്ടിരുന്ന അവന്മാർക്ക് ഒരു ചായ കുടിക്കാൻ പോലുള്ള അവകാശം നീ കൊടുത്തില്ല. സീരിയസ്ലി കൊടുത്തില്ലല്ലേ നീ? എന്റെ ബ്രദറാണ്, അവന്റെ ഫാമിലിക്ക് ആരുമില്ല, എനിക്ക് അവനെ കൈവിടാൻ പറ്റത്തില്ല, ഞാനിവിടെ കൈവിട്ട് കഴിഞ്ഞാൽ അവൻ ആരുമില്ല, ഒന്നുമില്ല. നിന്റെ ബ്രദർ ആയിരുന്നുണ്ടെങ്കിൽ നീ അങ്ങനെയാണ് കണ്ടിരുന്നെന്നുണ്ടെങ്കിൽ നീ ആദ്യം ആ പയ്യനെ പഠിപ്പിക്കാൻ വിട്ടാനെ, അവനെ പഠിപ്പിച്ചിട്ട് നല്ല നിലയിലെത്തിയാനെ. നീ എന്താ ചെയ്തേ? നീ നിന്റെ ലൈവില് അവനെ യൂസ് ചെയ്തു. നിന്റെ ആവശ്യങ്ങൾക്ക്, നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി, നിനക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നീ അവനെ നിന്റെ ലൈവിൽ യൂസ് ചെയ്തു. പോട്ടെ, ശരി, നിന്റെ ലൈവിൽ നീ യൂസ് ചെയ്തു, നിന്റെ ചാനലിലാണ് അതിന്റെ റവന്യൂ വരുന്നത്. ഓക്കെ, അവരുടെ ചാനലിലുള്ള റവന്യൂ അവരുടെ ചാനലിലുള്ള റവന്യൂ അത് നീ നിന്റെ അക്കൗണ്ടിലോട്ട് അടിച്ചു മാറ്റിയോ? ഒരു 4-5 മാസം മുമ്പ് ഞാൻ സ്ട്രീം ചെയ്യാൻ തുടങ്ങി. നല്ല വ്യൂവർഷിപ്പ്, ലൈക്ക് തൊപ്പിയുടെ അതേ ലെവൽ ഓഫ്, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഇതൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഒരു 2-3 മാസം പോയി. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്രേക്ക് എടുക്കും. ഞാൻ എടുക്കുന്നല്ല, ഇവൻ എന്നോട് പറയും നീ ബ്രേക്ക് എടുക്കുന്ന പറയുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. ഇങ്ങനെ 1 മാസം കൂടുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. പിന്നെ 1 മാസം കൂടുമ്പോൾ ഇവൻ തോന്നുമ്പോൾ ഇവൻ പറയും ബ്രേക്ക് എടുക്കാൻ പറയും. അപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. അങ്ങനെ എനിക്കൊരു മാസം, അന്നേരം ആ സമയത്ത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 മാസം 1.5 ലക്ഷം രൂപ അതിനടുപ്പിച്ച് എനിക്ക് റവന്യൂ വരും മാസത്തിൽ, മന്ത്ലി. അപ്പോൾ അങ്ങനെ 3-4 മാസത്തെ മൊത്തം റവന്യൂ കൂടി ഒരു 3-4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇവൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇതായത്. അവൻ്റെ ലൈവിൽ പെർഫോം ചെയ്തതിനോ ഇതിനൊന്നും ഞാൻ ഇന്നേ ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എനിക്കൊരു റീചാർജ് ചെയ്യണമെങ്കിൽ പോലും അവനോട് ഞാൻ ചോദിക്കാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ ആക്കിയിട്ട് പൈസ ആക്കിയിട്ടാണ് ഞാൻ റീചാർജും കാര്യങ്ങളൊക്കെ ചോദിക്കാറ്. കാരണം എനിക്ക് ഞാൻ അധ്വാനിച്ച പൈസ മാത്രം ഇതാക്കുക, അല്ലെങ്കിൽ ഞാൻ പണിയെടുത്ത പൈസയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഈ അടുത്തൊരു 2 മാസം മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ 3-4 ലക്ഷം രൂപ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ വിചാരിച്ചു അവൻ തരുമായിരിക്കും. അവനോട് അങ്ങനെ നമ്മൾ കണക്ക് പറഞ്ഞ് ചോദിക്കണ്ടല്ലോ, അവൻ തരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. ഒരു ദിവസം രാത്രി ഞാൻ ലൈവ് കഴിഞ്ഞു. ഞാൻ അവനോട് എൻ്റെ ഉമ്മ വിളിച്ചു. അപ്പോൾ സിസ്റ്ററുടെ മാരേജൊക്കെ ഇങ്ങനെ ഇത് നടക്കുമായിരുന്നു. മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ മാരേജാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടക്കുമായിരുന്നു, എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുമല്ലോ. ആ ഇതിൽ ഇവനോട് ഞാൻ പൈസ ചോദിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയ പൈസ താടാ അങ്ങനെയൊന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ഇങ്ങനെ ഇതാണ് സിസ്റ്റർ, ഇതാണ് ഒരു പൈസ, ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ എത്ര വന്നാലും അത് വാങ്ങാം, അത് ഇതാക്കാം, അങ്ങനെ തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അവൻ്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അവരുടെ ചാനലിന്റെ റവന്യൂ എങ്കിലും അവർക്ക് കൊടുക്കാൻ, നിന്റെതോ കൊടുക്കണ്ട. നീ അതിലൊരു പെർസെൻറ്റേജും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണം. അവന്മാരുടെ ചാനൽ ഉണ്ടാക്കിയെങ്കിലും നിനക്ക് കൊടുക്കായിരുന്നു. പോരാത്തതിന് നീ പറയുമ്പോ ബ്രേക്ക് എടുക്കണമല്ലേ? നീ പറയുമ്പോ തിരിച്ചു വരണം, കംബാക്ക് അടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കാണുന്ന ഇവന്മാരുടെ ലൈവ് കാണുന്ന കൊച്ചു പിള്ളേരത്താണ് പറയാനുള്ള പക്ക സ്ക്രിപ്റ്റഡ് അവന്മാർ ഫ്രം ദ ബിഗിനിങ്. ആദ്യം ഒരു അച്ചായൻ എന്ന് പറഞ്ഞ തൊലിഞ്ഞൊരുത്തനെയൊക്കെ കൊണ്ടുവന്ന് ആ ടൈം തൊട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് സ്ക്രിപ്റ്റഡ്. തൊപ്പി എന്ന് പറയുന്ന സാധനം ഒരു സ്ക്രിപ്റ്റഡ് ക്യാരക്ടറാ. അത് ഫ്രം ദ ബിഗിനിങ് അങ്ങനെയാണ്. അത് ഇതുവരെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ബ്രദർ എന്ന കണക്ക് കാണുന്ന ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ അവന്റെ ലൈഫ് നല്ലതാവാൻ വേണ്ടി എന്തോ ചെയ്യണം? അവനെ ആദ്യം പഠിക്കാൻ വിടണം. അവന് നല്ലൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കണം. അവനൊരു എഡ്യൂക്കേഷൻ ഉണ്ടാക്കാൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നൈറ്റൊക്കെ ലൈവ് ഇടുമ്പോൾ അവനെ കൊണ്ടുവന്ന് ഇരുത്തിക്കോ, കുഴപ്പമില്ല. പക്ഷെ എന്തോ ചെയ്യുന്നത്? ഉച്ചയ്ക്കും വൈകിട്ടും രാവിലെയും രാത്രി എപ്പോൾ ലൈവ് ഇടുന്നോ അവനെ അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അവന് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കും. ഇത് നീ അഭിനയിച്ച് കാണിച്ചോളാം. അതെല്ലാമാർക്കും അങ്ങനെയല്ല.
ഇത് അഭിനയിച്ചില്ല എന്നുണ്ടെങ്കിൽ അടിക്കും, ചീത്ത വിളിക്കും, പട്ടിണിക്കിടും. എന്തുവാടേ ജയില? ഗ്യാങ് ഹൗസ് ഒന്നും പറഞ്ഞ് ജയില നടത്തുന്നത്. അതിന് കൂടെ തുള്ളാനും കുരയ്ക്കാനും കുറെ ഷഡ്ഡി പോലും കഴിവാത്ത പട്ടികൾ. പേര് തന്നെ പട്ടിയുടെ പേരാ, പിന്നെ കൂടുതൽ എന്തോ പറയാ. സത്യത്തിൽ നമ്മളെ നാട്ടില് ഈ ഫാൻസ് ഭയങ്കര ബ്ലൈൻഡാ. ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസികൻ എന്നാണ് കറക്റ്റ് അർത്ഥം. ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ആരാധന എന്ന് പറയുമ്പോൾ അതൊരു ടൈപ്പ് അയാൾക്കൊരു ദൈവ പരിഗണന കൊടുക്കുന്ന സംഭവം. ഒരിക്കലും ഇതുപോലത്തെ ആൾക്കാർക്കൊന്നും ദൈവ പരിഗണന കൊടുത്ത് അവർക്ക് വേണ്ടി ഫാൻ ഫൈറ്റ് നടത്താനോ കമന്റ് ബോക്സിൽ പോയി വാറിടാനോ നടത്താനോ ഒന്നും നിൽക്കാതെ ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസിനുള്ള സാധനമാണെന്ന് കണ്ട് മനസ്സിലാക്കിയാണ് ആദ്യം നമ്മുടെ ഓഡിയൻസ് ചെയ്യാനുള്ള കാര്യം. അതാദ്യം മനസ്സിലാക്കുക കൊച്ചു പിള്ളേർക്ക്. കാരണം യുവന്മാരുടെ ഓഡിയൻസ് കൂടുതലും കൊച്ചു പിള്ളേരാണ്. കൊച്ചു പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കേസാണ്. യുവന്മാര് കാണിക്കുന്ന കോപ്പായം കണ്ട് ഇതാണ് ലൈഫ്, ഇതാണ് ജീവിതം എന്നാരും കരുതരുത്. ഒരുത്തൻ നിങ്ങളുടെ തലയെ വെച്ച് കൊണ്ട് നടത്തുന്ന ഒരുത്തൻ MRC തൊപ്പി എന്ന് പറഞ്ഞ ഒരുത്തൻ, അവനെയാണ് അവന്റെ കൂടെ നിന്ന ആൾക്കാർ കളഞ്ഞിട്ടിറങ്ങി ഇപ്പൊ വന്ന് എക്സ്പോസ് ചെയ്തേക്കുന്നത്. ഇത് തന്നെ സ്ക്രിപ്റ്റഡ് ആണോ പ്ലാൻഡ് ആണോ എന്ത് കോപ്പാണെന്ന് അറിയത്തില്ല, കൺഫർമേഷനും ഇല്ല. കാര്യം എന്താ, മുമ്പും കാണിച്ചിട്ടുള്ള ഇത് തന്നെ. വരുന്നു, കാണിക്കുന്നു, പോകുന്നു, അടുത്തത് വരുന്നു, കാണിക്കുന്നു, പോകുന്നു. അതിന്റെ പേരിലെ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നു. വീണ്ടും അതിന്റെ പിറകെ നടക്കുന്നു, അടുത്ത കണ്ടന്റ് ഇടുന്നു, ചെയ്യുന്നു. ഇത് തന്നെ പ്ലാൻഡ് ആണോ സ്ക്രിപ്റ്റഡ് ആണോ ഫേക്ക് ആണോ ഒന്നും നമുക്ക് പറയത്തില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഫേക്ക് ഓർ സ്ക്രിപ്റ്റഡ് തിങ്, തൊപ്പി കാണിക്കുന്നത് വെറും തൊന്തല്ലാമത്തരമാണ്, കാണിച്ചത് വെറും തൊന്തല്ലാമത്തരമാണ്. സ്വന്തം ജട്ടിയെങ്കിലും കഴിവായിരുന്നേ. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഷമീറിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ, ഷമീറിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സെയിം സാധനങ്ങൾ തൊപ്പിക്ക് സപ്പോർട്ട് ചെയ്ത് കമന്റ്, തൊപ്പിക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ. സത്യത്തിൽ ഷമീർ പറയുന്ന സാധനം സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്ന് പോലും നമുക്ക് ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ ഇതെല്ലാവരുടെ സ്ക്രിപ്റ്റഡ് ആയിരിക്കാം. കാരണം ഇങ്ങനൊരു സംഭവം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ അവർ വീണ്ടും സോൾവ് ആക്കി എന്നും പറഞ്ഞ് അവർക്കൊരു കണ്ടന്റ് ഇടാം. ഇപ്പോൾ ഉള്ള ഈ കോൺട്രവേഴ്സി കണ്ടന്റ് അവർക്ക് ഇടാം. ഇതിന്റെ പേരിൽ ഈ ഒരു വീഡിയോ കാര്യങ്ങളും വെച്ചുകൊണ്ട് എന്നെ പോലെ അവരുടെ ഗ്യാങ്ങിൽ തന്നെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ്. റിയാക്ഷൻ ആയിട്ട് ഇടാം, ഒപ്പീനിയൻ ആയിട്ട് ഇടാം, എല്ലാവർക്കും കൂടെ വട്ടത്തിലും നീളത്തിലും ഒരുപാട് കണ്ടന്റ് ഇട്ടുന്ന സംഭവമായി കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. ഇത് തന്നെ സ്ക്രിപ്റ്റഡ് ആണോ ഫേക്ക് ആണോ എന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. പ്രൂഫ് കാണിക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, പ്രൂഫ് അവരെ കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഏതാ ഒരുത്തൻ സ്ട്രക്ചറിൽ നിന്നൊക്കെ എണീച്ച് ഒന്ന് ലൈവ് ഇടും, അവൻ വരുന്നുണ്ടേ എന്നും പറഞ്ഞ അവന്റെ കുറെ ചിങ്കിടികളും മൂടാങ്ങി കിടക്കണവന്മാര് വീഡിയോ ഇട്ടിട്ട് പോയിട്ടുണ്ട്. നമ്മളിരുന്ന് കാണുക, ഇവന്മാരുടെ കോപ്പായങ്ങൾ കാണുക, ഇവന്മാർ എന്താണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് എന്റർടൈൻമെന്റ് പർപ്പസ് ആക്കി എടുക്കുക. അവന്മാര് എന്തോ കാണിച്ചുകൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കുക. അത് കണ്ടിട്ട് അവന്മാര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞാണല്ലോ പ്രശ്നം. കിട്ടിയോ ഇല്ലെന്ന് ആർക്കും അറിയാം. എന്തായാലും ഷഡ്ഡി എഴുതിയത് ശരിയായില്ല. ജട്ടി ഏതായിരുന്നു, ജോക്കിയാണെന്നോ കാൽവിൻ ക്ലീൻ ആയിരുന്നോ? വില കൂടിയ ജട്ടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കഴിവാൻ രണ്ടുപേരും വേണം. ജോക്കിക്കാണെങ്കിൽ ഒരാളും മതി. പിന്നെ 3 ആഴ്ചയൊന്നും കഴിവ് എടുക്കില്ല. കഴിവാത്ത ചട്ടിയിട്ടുകൊണ്ട് തന്നെ ചൊറിയും, നല്ല ചൊറിച്ചിൽ വരും. അപ്പൊ ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ, കഴിവാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിവ് കൊടുക്കുക കേട്ടോ മാമു. സെൽഫ് റെസ്പെക്ട് കളഞ്ഞ് തിരിച്ചു പോകരുത്. സെൽഫ് റെസ്പെക്ട് കിട്ടാത്ത ഒരു സ്ഥലത്തും നിൽക്കരുത്, ഇറങ്ങി ഓടിയേക്കണം. അപ്പോ ഷമീർ മമ്മു ഇഷ്യൂ ഫസ്റ്റ് പാർട്ടായിട്ടേ കണക്കാക്കുന്നുള്ളൂ. ഇനി ഒരുപാട് വരായിരിപ്പുണ്ട്. സ്ട്രക്ചറിൽ നിന്നൊക്കെ എണീച്ച് വന്ന് വീഡിയോ ചെയ്യും, ലൈവ് ഇടോ എന്നൊക്കെ പറഞ്ഞേക്കില്ലേ. വെയിറ്റിംഗ് ആണ്. വരുമ്പോൾ നമുക്ക് ഇതേപോലെ വീഡിയോ ആയിട്ട് വരാം. സൈനിങ് ഓഫ് ഷാനസ് ടോക്സ് ഫ്രം ഷാനസ് ടോക്സ്. See you in the next video. Until then, bye bye. ബ്രോ, ഷമീർ, മമ്മു, ജാസി, നിങ്ങൾ പറയുന്ന സത്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പക്ഷത്താണ്. ബൈ.